ഗോപന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്ന എന്തൊക്കെയാണ്? കുടുംബം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? നീണ്ടുനിന്ന ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ ഫോറൻസിക് സംഘമൊക്കെ തന്നെ ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം മൃതദേഹം ഇപ്പോൾ നേരത്തെ ഇവിടെ സജ്ജീകരിച്ചിരുന്ന ആംബുലൻസിൽ കയറ്റിയിരിക്കുകയാണ്. ഇനി ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച്, അതായത് ഈ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ഇത് വലിയ രീതിയിലുള്ള ജീർണതയില്ലായിരുന്നു, പൂർണ്ണമായി മൃതദേഹം അഴുകിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താമെന്നാണ് ഇവിടെ എത്തിയ ഫോറൻസിക് സംഘവും ഡോക്ടർമാരുടെ സംഘവും ഒക്കെ തന്നെ പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി കുടുംബമായിട്ടൊക്കെ തന്നെ പോലീസ് ആശയവിനിമയം നടത്തി അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബമൊന്നും തന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊന്നും തയ്യാറായിട്ടില്ല. കുടുംബമൊക്കെ തന്നെ വീട്ടിൻ്റെ അകത്താണ്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഈ ആംബുലൻസിൽ ഇവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി സജ്ജീകരിച്ച ആംബുലൻസിനുള്ളിലേക്ക് ഈ ഒരു മൃതദേഹം കയറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെയുള്ള പോലീസ് സംഘമൊക്കെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘം അതേപോലെ തന്നെ ഫോറൻസിക് സംഘമൊക്കെ തന്നെ ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ അവിടെ എത്തുന്ന സമയത്ത് തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ ആംബുലൻസ് അവിടെ എത്തുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മോത്തി ഏറ്റവും കൂടുതലായത് ഈ ഇവിടെ മൃതദേഹം കയറ്റി ആംബുലൻസ് ഈ വീടിൻ്റെ മുൻവശത്ത് നിന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് തിരിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ വീടും ഈ സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും തമ്മിൽ, ഈ കല്ലറയുണ്ടായിരുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം 50 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇതിൻ്റെ കറക്റ്റ് മധ്യത്തിലായാണ് ആ ഒരു റോഡുമുള്ളത്. ആ ഒരു റോഡിൽ നേരത്തെ തന്നെ ഈ ഒരു ആംബുലൻസ് ക്രമീകരിച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ ഈ ആംബുലൻസ് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നേരത്തെ ഇട്ടിരുന്നു. അതിനുള്ളിൽ സ്ട്രക്ചറൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് എത്രയും വേഗം മൃതദേഹം കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ആ സമയത്ത് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ഉടനെ തന്നെ ആ ഒരു ഡോക്ടർമാരുടെ സംഘം ഇവിടെ നിന്ന് മടങ്ങി അതേ സമയത്ത് തന്നെ ആംബുലൻസിനുള്ളിലാക്കിയ മൃതദേഹം കയറ്റിയത്. മൃതദേഹം കയറ്റിയ ആംബുലൻസ് ഈ തൊട്ട് മുന്നിൽ കൂടി ഗോപൻ സ്വാമിയുടെ വീടിനും ഈ കോൺക്രീറ്റ് കല്ലറയും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഈ ഒരു ബാലരാമപുരം വഴിമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കും സമയം, ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കും ആംബുലൻസിന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ. ഈ ഒരു മൃതദേഹം, ഈ ഒരു ആംബുലൻസിലുള്ള മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ ഡോക്ടർമാരുടെ സംഘം ഇത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഡോക്ടർമാരുടെ സംഘവും ഫോറൻസിക് സംഘവും മറ്റ് മെഡിക്കൽ സംഘവും ഒക്കെ തന്നെ അവിടേക്ക് മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ കാണുന്ന ആംബുലൻസിനുള്ളിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹമുള്ളത്. നെയ്യാറ്റിൻകരയിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഗോപൻ എന്നയാളുടെ മൃതദേഹം ഇപ്പോൾ കല്ലറ തുറന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് സംഭവ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസിന്റെ വൻ സന്നാഹം സ്ഥലത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. അമലും ജിബിനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമൽ, ജിബിൻ, ഈ ബന്ധുക്കൾ ആരെങ്കിലും പുറത്തേക്ക് വന്നോ? ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടോ? ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഉദ്യോഗസ്ഥർ? മോത്തി, ഇവിടെ നിന്ന് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളമാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ നടന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇതെല്ലാം പൂർത്തിയായതിനു ശേഷം ഡോക്ടർമാരുടെ സംഘവും അടങ്ങിയതിനു ശേഷമാണ് ഈ മൃതദേഹം നേരത്തെ സജ്ജീകരിച്ചിരുന്ന ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അമൽ, ഇനി ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുക്കും ഈ ഒരു ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ. അതിനുശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ജിബിൻ, നമ്മൾ ഇനി മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടേതാണ്. 2 DYSPമാർ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സബ് കളക്ടറും അവിടെ തുടരുകയാണ്. അവർ പുറത്തേക്ക് എത്തുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്, ഇത് പൊളിച്ച സമയത്തുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവർ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി
വലിയ ആശങ്ക സൃഷ്ടിച്ച അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് കേന്ദ്രമായി മാറിയ ഒരു സ്ഥലമാണിത്. അവിടെ ഈ അറ പൊളിച്ചൊരു പരിശോധന വേണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം കോടതി കയറിയാണ് അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ കണ്ടത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. ഇവിടെ പ്രതിഷേധങ്ങൾക്ക് ഒരു സ്ഥാനമില്ല എന്ന് തോന്നുന്നു അമൽ ജിബിൻ. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു വാർത്താക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. എല്ലാവരും നിയമത്തിന് വിധേയരായി മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഭരണകൂട ഉത്തരവാദിത്വം നിറവേറ്റണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിൽ വ്യക്തമാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും രാജ്യത്തെ നിയമത്തിന് അതീതരല്ല എന്നും കുടുംബങ്ങളുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള സമാധി വാദം അംഗീകരിക്കാനാവില്ല എന്നും ആണ്. സമാധി നടന്നിട്ടുണ്ട് എങ്കിൽ ഈ ആധുനിക കാലത്ത് അതിന്റെ വീഡിയോയോ ഫോട്ടോകളോ എടുത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ദുരൂഹത ഒഴിവാക്കാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വാർത്താക്കുറിപ്പിൽ പങ്കുവയ്ക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. എല്ലാവർക്കും നീതി പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായി, ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നത്തിന് സാധ്യത കാണുന്നില്ല അമൽ ജിബിൻ. മൂർത്തി അത് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ഈ മൃതദേഹം, ഈ സമാധി പൊളിച്ച് ആ ഒരു കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു. ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം ഇപ്പോൾ ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഇവിടെ ഇല്ല. കാരണം ഈ കുടുംബം ഇതിനോട് സഹകരിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് തന്നെ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായിട്ടുള്ള സനന്ദൻ ഈ കല്ലറയിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് പോലീസ് കാര്യങ്ങൾ പറഞ്ഞ ഈ കുടുംബത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു മൃതദേഹം ഏകദേശം ഒരാഴ്ചയോളം തന്നെ ഇപ്പോൾ ഇതിന് പഴക്കമുണ്ട്. പക്ഷേ സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് ഭസ്മം ഉൾപ്പെടെയുള്ളവ ഈ കല്ലറയ്ക്കുള്ളിൽ നിറച്ചിരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഒരാഴ്ച കൊണ്ട് ഉണ്ടാകേണ്ട ജീർണത ഈ ഒരു മൃതദേഹത്തിന് ഉണ്ടായിട്ടില്ല. മൃതദേഹം പൂർണ്ണമായി അഴുകിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇതിന്റെ കല്ലറയ്ക്ക് അകത്ത് നിന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നൊരു നിലപാടാണ് ഇവിടെ എത്തിയ ഫോറൻസിക് സംഘവും മെഡിക്കൽ സംഘവും ഒക്കെ തന്നെ സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയ മെഡിക്കൽ സംഘവും അതുപോലെ തന്നെ പോലീസും ഈ ഗോപൻ സ്വാമിയുടെ കുടുംബത്തെ പറഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാത്തത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആദ്യഘട്ടം മുതൽ തന്നെ ഗോപൻ സ്വാമിയുടെ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അത് ഗോപൻ സ്വാമി സമാധി ഇരുന്നതാണ്. അപ്പോൾ ഒരു സമാധി അതിന്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 41 ദിവസത്തെ പൂജകളും ആചാരങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതിനെന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ മൃതദേഹം ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് പിന്നെ ആ മൃതദേഹം കൊണ്ട് ആവശ്യമില്ല, അതൊരു സമാധിയല്ല, അതുകൊണ്ട് തങ്ങൾക്ക് അതിന് ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടൊക്കെ തന്നെ പല തവണ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി അതിൽ കുടുംബം ഒരു പ്രതിഷേധം അറിയിക്കാത്തത്. എന്തായാലും ഈ ഒരു മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് ഏകദേശം 7 മണിയോട് കൂടിയാണ് ഈ കല്ലറ തുറന്നുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത്. അതുകൊണ്ട് ആ ഒരു നടപടികളാണ് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് മുൻപ് പൂർത്തീകരിക്കുന്നത്. ഏകദേശം 8:45 കൂടിയാണ് ഈ ഒരു നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായത്. ഗോപൻ സ്വാമിയുടെ ആലങ്കോടുള്ള വീട്ടിന്റെ മുന്നിൽ വെച്ച് വീട്ടിന്റെ മുന്നിൽ വെച്ച് ആ ഒരു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതോടെ തന്നെ ഇവിടെ എത്തിയ മെഡിക്കൽ ഡോക്ടർമാരുടെയും ആ ഫോറൻസിക് സംഘമൊക്കെ തന്നെ തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മടങ്ങി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെ നേരത്തെ സജ്ജീകരിച്ചിരുന്ന ആംബുലൻസിനുള്ളിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കയറ്റിയത്. ഇവിടെ നിന്ന് ആംബുലൻസ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ആംബുലൻസിലും ഗോപൻ സ്വാമിയുടെ മൃതദേഹമുള്ള ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും. ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും